നമ്മുടെ കുന്നംകുളത്ത് പുതിയൊരു ബിരിയാണി സ്പോട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അതവിടെ നല്ല കുട്ടൻ ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടപ്പോൾ വേഗം തന്നെ വണ്ടി എടുത്ത് കുളിച്ച് കുട്ടപ്പനായി കുട്ടൻ ബിരിയാണി കഴിക്കാനെത്തി. ഇവിടുത്തെ കുട്ടൻ ബിരിയാണിയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ എല്ലില്ലാത്ത പീസുകൾ കുത്തി നിറച്ച കുട്ടൻ ബിരിയാണി. അപ്പോൾ അത് നമ്മളിതുവരെ കഴിച്ചിട്ടുമില്ല അങ്ങനെ ഒരു ബിരിയാണി. അപ്പോൾ അതൊന്ന് കഴിച്ചു നോക്കണമല്ലോ എന്നുള്ളൊരു ഐഡിയയിൽ നമ്മൾ അങ്ങോട്ട് തുടങ്ങുകയാണ് നമ്മുടെ കുന്നംകുളത്ത് വന്നിറങ്ങിയ പുതിയ കുട്ടൻ ബിരിയാണിയുടെ കഥ. ഏകദേശം നമ്മളൊരു ഉച്ചയ്ക്ക് 1 മണി 1:30 ടൈമിലാണ് നമ്മളിവിടെ വരുന്നത് ബിരിയാണി കഴിക്കാൻ. നല്ല വിശപ്പുണ്ടായിരുന്നു. ഇവരുടെ ഷോപ്പിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ആ ഒരു തങ്ങി നിൽക്കുന്ന ബിരിയാണിയുടെ സ്മെല്ലുണ്ടല്ലോ, അത് നമ്മളെ ബിരിയാണി കഴിപ്പിക്കാനായിട്ട് കൂടുതലായിട്ട് നമ്മളെന്താ പറയുക ആവേശം കൂട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി കൂടുതൽ കഥ പറയുന്നില്ല, നമ്മൾ നേരെ ബിരിയാണി കഴിച്ചു നോക്കാൻ പോവാണ്. എന്നിട്ട് എങ്ങനെയുണ്ട്, എന്താണ് ഇതിൻ്റെ ഒരു പരിപാടി എന്നൊക്കെയുള്ളത് പറയാം. ബിരിയാണി കഴിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ റൈസ് വേറെ ലെവലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മീറ്റൊക്കെ നന്നായി വെന്ത് സെറ്റപ്പായിട്ടുണ്ട്. പക്ഷേ വേറൊരു കേസ് എന്താ വെച്ചാൽ ഇത് അധികം സ്പൈസി അല്ലാത്ത കാരണം അതിൻ്റെ ഒരു കുറവ് പോലെ എനിക്ക് തോന്നി. കുറച്ചൊരു എരിവിൻ്റെ കുറവ് എനിക്ക് തോന്നുന്നുണ്ട്. ചിലപ്പോൾ അത് ചിലർക്ക് ഇങ്ങനെ ആയിരിക്കും ഇഷ്ടം. ഇനി കുട്ടൻ ബിരിയാണിയുടെ സ്റ്റൈൽ ഇങ്ങനെയാണോന്ന് നമുക്കറിയില്ല. എനിക്കത് കുറച്ച് എരിവൊക്കെ ഉള്ളൊരു സംഭവമാണ് എനിക്കിഷ്ടം. അപ്പോൾ പേഴ്സണലി എനിക്ക് അത്ര അങ്ങോട്ടൊരു ആ ഒരു എരിവിൻ്റെ കാര്യത്തിൽ എനിക്ക് അത്ര ഒരു തൃപ്തനല്ല. അതർവൈസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ബിരിയാണിയുടെ ടേസ്റ്റ് ഉണ്ടല്ലോ, അതിനൊരു പ്രത്യേക ഫ്ലേവറൊക്കെ ഉണ്ട്. അതൊരു കിഡിലൻ എക്സ്പീരിയൻസ് ആണ്. ഒരു പ്രാവശ്യം നിങ്ങളോട് പോയി കഴിക്കണം എന്ന് ഞാൻ പറയുള്ളൂ. കാരണം അതിനുള്ളൊരു ഐറ്റം ഉണ്ട്, അത് തമാശ പറയണല്ല. പക്ഷേ വേറൊരു കേസ് ഉണ്ട്. അതെന്താ വെച്ചാൽ നമുക്ക് ക്വാണ്ടിറ്റി വളരെ കുറവുള്ള പോലെയാണ് ഫീൽ ചെയ്തത്. നമുക്ക് വിശപ്പ് മാറിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. 140 രൂപയാണ് ഒരു കുട്ടൻ ബിരിയാണിക്ക് ഒരു ചാർജ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും പോയിട്ട് കഴിക്കുക, എന്നിട്ട് അഭിപ്രായങ്ങളും കാര്യങ്ങളും താഴെ രേഖപ്പെടുത്തുക. ഈ ഒരു സ്പോട്ട് വരുന്നത് കുന്നംകുളത്ത് നിന്ന് നമ്മുടെ ഭാവന തിയേറ്ററിലേക്ക് പോകുന്ന വഴിയുണ്ടല്ലോ, അവിടെയാണ് ഈ ഒരു പൊരിയാണി റഫീഖാൻ്റെ സ്വന്തം ബിരിയാണി കട. അപ്പോൾ വീണ്ടും പറയുന്നു, എല്ലാവരും പോയിട്ട് കഴിച്ചിട്ട് അഭിപ്രായങ്ങൾ താഴെ പറയാം. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ടാറ്റ.